ബഹുമാനപ്പെട്ട ഒരു മഹാനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട അംർ ഇബ്നു ദർറ റളിയല്ലാഹു തആല അൻഹു വഖഅത്തിൽ ആകിലതു ഫീ യദി അംർ ഇബ്നു ദർറ റളിയല്ലാഹു തആല അൻഹു അംർ ഇബ്നു ദർറ റളിയല്ലാഹു തആല അൻഹു എന്ന മഹാന്റെ കയ്യിൽ അർബുദം ബാധിച്ചു പോയി. ഫഖാല ലഹുൽ അത്തിബാ, ഡോക്ടർമാർ അദ്ദേഹത്തോട് പറഞ്ഞു, ലാ ബുദ്ദ അൻ നഖ്തഅ യദക, അങ്ങയുടെ കൈ മുറിച്ചു മാറ്റാതെ മറ്റു മാർഗമൊന്നുമില്ല. ഫഖാല ലഹു, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇഖ്തഉഹാ, നിങ്ങൾ മുറിച്ചു കളഞ്ഞോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഡോക്ടർമാര് പറഞ്ഞു, അന്ന് അനസ്തേഷ്യ ഒന്നുമില്ല. ലാ ബുദ്ദ അൻ നശുദ്ദക ബിർരിഹാൽ, അങ്ങയെ ഒന്ന് കെട്ടിയിട്ടാൽ മാത്രമേ മുറിച്ചു മാറ്റാൻ പറ്റുകയുള്ളൂ. ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ, അതിന് ഞാൻ അനുവദിക്കുകയില്ല. വലാകിൻ ഇദാ ശറഅതു ഫിസ്സലാത്തി ഫഖ്തഉഹാ, ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്റെ കൈ നിങ്ങൾ മുറിച്ചോ. എങ്ങനെ? നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ എന്റെ കൈ മുറിച്ചോ, അല്ലാതെ നിങ്ങൾ എന്നെ കെട്ടിയിട്ടിട്ടൊന്നും കൈ മുറിക്കാൻ നോക്കിയാൽ നടക്കുന്ന കാര്യമല്ല. ഇദാ ദഖല ഫിസ്സലാ, അദ്ദേഹം നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഫഖുതിഅത് യദുഹു, അദ്ദേഹത്തിന്റെ കൈ മുറിക്കപ്പെട്ടു. വലം യശൂർ, അദ്ദേഹം അറിഞ്ഞില്ല. അങ്ങനെയുണ്ട് നമസ്കാരം. അതാണ് നമസ്കാരം. അല്ലാഹു അങ്ങനെ നിസ്കരിക്കാൻ തൗഫീഖ് നൽകട്ടെ. അതാണ് നമസ്കാരം, അതാണ് ഖുശൂ. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനീങ്ങൾ വിജയിച്ചു, സത്യവിശ്വാസികൾ വിജയിച്ചു, നമസ്കാരക്കാരെ നിങ്ങൾ വിജയിച്ചു. ഏത് നമസ്കാരക്കാരാണവർ? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ തീർത്തും ഭയഭക്തിയോടെ നമസ്കരിച്ചവരായിരുന്നു അവർ. ഖുശൂഅോടെ ഖുളൂഅോടെ നമസ്കരിച്ച ആ നമസ്കാരക്കാർ വിജയം പ്രാപിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ. വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ, നമസ്കാരത്തെ സൂക്ഷിക്കുന്നവർ, നമസ്കാരത്തിൽ വേണ്ടവണ്ണം ശ്രദ്ധ ചെലുത്തുന്നവർ, അവർ വിജയിച്ചു, അവർ വിജയിച്ചു. അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതാണ് നമസ്കാരം. അപ്പൊ നമസ്കരിച്ചാൽ നിങ്ങൾ നിസ്കരിക്കാൻ വരീൻ, നിങ്ങൾ തഖ്വ ഉള്ളവരായേക്കാമെന്ന് അല്ലാഹു ഇവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിസ്കരിക്കാൻ വാ, തഖ്വ ഉള്ളവരായേക്കാമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം നടക്കത്തില്ല. നടക്കോ? ജംഗ്ഷനിൽ നിന്ന് ഓടി വന്നിട്ട് കള്ളം പറഞ്ഞിട്ടായിരിക്കും ഓടി വന്ന നിസ്കാരത്തിന് സമയമാകുമ്പോൾ ഓതും എടുത്തിട്ട് നിസ്കരിക്കുന്നത്. കള്ളം പറഞ്ഞവന് നിസ്കരിക്കുന്നു, പലിശ വാങ്ങുന്നവനും നിസ്കരിക്കുന്നു, ഹറാമിന്റെ നോട്ടം നോക്കുന്നവനും നിസ്കരിക്കുന്നു, ഹറാമിന്റെ സംസാരം നടത്തുന്നവരും നിസ്കരിക്കുന്നു, ഇവരെല്ലാം നിസ്കരിക്കുന്നു. അപ്പൊ അള്ളാഹു അവിടെ അത് നിങ്ങൾ നിസ്കരിക്കിൻ, നിങ്ങൾക്ക് തഖ്വയുള്ളവരാക്കെന്ന് അള്ളാഹ് അവിടെ പറഞ്ഞില്ല. അള്ളാഹ് പിന്നെ അടുത്തത് പറഞ്ഞ എന്താ? നിങ്ങൾ ഖുർആൻ ഓതി നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തഖ്വയിൽ ഉള്ളവർ ജീവിതം നയിച്ചേക്കാം, നിങ്ങൾ ഹജ്ജിന് പോകുവിൻ, നിങ്ങൾ തഖ്വ ഉള്ളവരായി മാറിയേക്കാം. ഒന്നും അല്ലാഹ് പറഞ്ഞില്ല. അല്ലാഹ് പറഞ്ഞത് എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ മതഭക്തരാകണമോ, തഖ്വയുള്ളവരാകണമോ, മുത്തഖീകളായ യഥാർത്ഥ ദാസന്മാരും ദാസിമാരുമായി മാറണമോ, നിങ്ങൾ നോമ്പ് പിടിക്കുവിൻ, നിങ്ങൾ നോമ്പ് പിടിക്കുവിൻ. നോമ്പ് പിടിക്കുന്നതിലൂടെ നിങ്ങൾ തീർത്തും മതഭക്തനായി മാറിയേക്കും. നോമ്പ് പിടിക്കുക. എന്താ കാരണം? എന്താ കാരണം? എന്താണ് റമളാൻ ഇത്ര തിരക്ക് പള്ളിയിൽ? കഞ്ഞി കുടിക്കാനാണോ? ഒന്നുമല്ല. കഞ്ഞി ഇല്ലാതെ റമളാൻ നോമ്പ് പിടിച്ചു നോക്ക്, ആൾ വരുമല്ലോന്നറിയാം. ഏത് നിസ്കരിക്കാത്തവനും തൊപ്പിയും ജുബ്ബായും ഉടുപ്പും ഒക്കെ ആയിട്ട് നേരത്തെ കഴിവെക്കും. ശഅബാൻ മാസത്തിന്റെ അവസാനത്തോടു കൂടി എല്ലാം കഴുകി റെഡിയാക്കി വെക്കും പള്ളിയിൽ വരാൻ വേണ്ടിയിട്ട്. നാളെ നോമ്പ് തുടങ്ങുവാണ്, പള്ളിയിൽ പോകണം, എല്ലാം കഴുകി റെഡിയാക്കി വെക്കും, എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കും. എല്ലാവരും റമളാൻ ഒരു പ്രത്യേക മഹത്വം, ബഹുമാനം. കച്ചവടക്കാരെല്ലാം പള്ളിയിൽ, അധ്യാപകരൊക്കെ പള്ളിയിൽ, വിദ്യാർത്ഥികളൊക്കെ പള്ളിയിൽ, വിദ്യാർത്ഥികൾ പള്ളിയിൽ, പള്ളി നിറച്ച് പിള്ളേർ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് പള്ളിയിൽ. അല്ലാത്ത ഒരു ഒക്കത്ത് പോലും ഒന്ന് കട്ട് ചെയ്ത് ലോഹറസ്കരിക്കാൻ വന്ന ക്ലാസ് 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 ക്ലാസ്. ഇതല്ലാത്ത സമയത്തെല്ലാം പള്ളിയിൽ പല പല യൂണിഫോം വേഷത്തിൽ കാലും വെച്ച് ഇങ്ങനെ പള്ളി കിടക്കുന്ന കാണാം ഓരോരോ കുട്ടികൾ. റമളാന്റെ മാസം ആകുമ്പോൾ എല്ലാം പള്ളിയിൽ.
എന്തേ ഇപ്പൊ നിങ്ങളിപ്പോ ഇത്ര പേര് പള്ളിയിൽ ഇത്ര തിരക്ക് പിടിക്കാൻ കാരണം എന്താ? ചെറുപ്പക്കാരെ ആദ്യം വിളിക്കും. അല്ലെ, നീ 2-3 മൊബൈലൊക്കെ കൊണ്ട് നടക്കുന്നതാണല്ലോ, നീ ഇപ്പൊ മൊബൈലൊന്നും വിളിയില്ല, മൊബൈൽ കാണുന്നില്ല. റമദാൻ മാസമായിട്ട് അവളെ എങ്ങാനും വിളിച്ച് നോമ്പ് ഫസാദാക്കണോ ഉസ്താദെ? ഞാൻ അതുകൊണ്ട് ശഅബാനിന്റെ അവസാനത്തെ രാവിലെ സിം എടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇനി മേലെ എന്നെ വിളിച്ചേക്കരുത്, സിം മാറ്റാൻ പോവാണ്, റമദാനാണ്, റമദാൻ കഴിഞ്ഞിട്ടേ ഇനി നമ്മൾ തമ്മിൽ സംസാരമുള്ളൂ. നിസ്കരിക്കുന്നവൻ പറയുമോ ഇങ്ങനെ? ഹജ്ജ് ചെയ്യാൻ പോകുന്നവൻ പറയുമോ? ഖുർആൻ ഓതുന്നവൻ പറയുമോ? നോമ്പ് പിടിച്ചവനായത് കൊണ്ടല്ലേ ആ ഒരു ചിന്ത അവനുണ്ടായത്? നോമ്പ് പിടിച്ചവനായത് കൊണ്ടാണല്ലോ ആ ചിന്ത ഉണ്ടായത്. ഇതാണ് തഖ്വ എന്ന് പറയുന്നത്. അവൻ സിമ്മ് മാറ്റാൻ തയ്യാറാകുന്നില്ലേ? ഇല്ലെങ്കിൽ അവൻ പറയൂലേ, ഇനി വിളിക്കല്ലേ, എന്നെ വിളിക്കല്ലേ, റമദാൻ റമദാൻ, നോമ്പ് നോമ്പ്. ഇനി വല്ലതും വിളിക്കാന്നെങ്കിൽ നമുക്ക് തറാവീഹ് കഴിഞ്ഞിട്ട് വിളിക്കാൻ, പ്രശ്നമൊന്നുമില്ല. പകൽ സമയത്ത് നമ്മുടെ നോമ്പ് നിങ്ങൾ ഫസാദാക്കാൻ നിൽക്കല്ലേ. കൂടുതലും ഉദ്യോഗസ്ഥർ ജോലിക്ക് ലീവ് എടുക്കുന്നത് റമദാനിന്റെ മാസത്തിലാണ്. എന്താ സാറേ, നിങ്ങൾക്ക് മാസത്തിൽ ഒരു വർഷത്തിൽ എത്ര ലീവ് ഉണ്ട്? ഉസ്താദ, ഞാൻ ആവശ്യത്തിനും എടുക്കൂല, കാരണം റമദാനിന്റെ മാസത്തിൽ എനിക്ക് ഓഫീസിൽ കിടന്ന് അവന് അതിന് കൂട്ടി നിൽക്കാനും ഇതിന് കൂട്ടി നിൽക്കാനും കൈക്കൂലി വാങ്ങാനും കൊടുപ്പിക്കാനും എഴുതാനും, ഓരോ പെണ്ണുങ്ങൾ സാരിയൊക്കെ കൊടുത്തോണ്ട് വന്ന് കണ്ട നമ്മുടെ നോമ്പ് ഫസാദായി പോകും. അതിനേക്കാളും നല്ലത് നമുക്ക് റമദാനിൽ ഒരു 30 ദിവസം നോമ്പ് ലീവ് എടുത്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് പള്ളിയാട്ട് കഴിഞ്ഞുകൂടാം. നിസ്കാരമുള്ള ഉദ്യോഗസ്ഥനായിരിക്കും. എന്തേ ആ സമയത്ത് ഇത് പറയാത്തത്? ആ സമയത്ത് എന്തേ പറയാത്തത്? റമദാൻ മാസത്തിൽ പറയും, അത് നമുക്ക് അങ്ങോട്ട് നോക്കാൻ വയ്യ, ഇങ്ങോട്ട് നോക്കാൻ വയ്യ. അതല്ലാത്ത സമയത്താണെങ്കിൽ ഫുലൂസ് കൊണ്ടുപോകുമ്പോ വിരിപ്പിങ്ങനെ അടിയിലോട്ട് വെച്ചേക്കാം. റമദാൻ മാസത്തിൽ വാങ്ങിക്കാൻ പറ്റൂല, കൊടുക്കാൻ പറ്റൂല, എഴുതാൻ പറ്റൂല, കൂട്ടി നിൽക്കാൻ പറ്റൂല. അപ്പോൾ പറയും അതാണ് തഖ്വ. അപ്പോൾ റമദാനാണ്, നോമ്പാണ്, നോമ്പാണ്. അതാണ് തഖ്വ, സൂക്ഷ്മത. കച്ചവടക്കാരൻ റമദാൻ മാസത്തിൽ കച്ചവടം ചെയ്യുമ്പോൾ ഒരു റേറ്റ്, റമദാൻ അല്ലാത്ത മാസത്തിൽ കച്ചവടം ചെയ്യുമ്പോൾ ഒരു റേറ്റ്. അതെന്താ? ഇതിനിപ്പോ നീ എന്താ വില? ഇതിപ്പോ 15 രൂപ കിലോ വെണ്ടയ്ക്ക. 15 രൂപ ഉണ്ട്. അതാണ് റമദാൻ മാസം, ഞാൻ കള്ളം പറയത്തില്ല. റമദാൻ അല്ലാത്ത മാസമായിരുന്നു ഞാൻ കള്ളം പറഞ്ഞേ. തന്നെ പറയൂ, റമദാൻ മാസമാണ് ഞാൻ കള്ളം പറയില്ല, റമദാൻ മാസമാണ്. കറക്റ്റാ, ശരിയാണ്, കള്ളം പറയത്തില്ല. എന്താണ് അവിടെ? സൂക്ഷ്മത, തഖ്വ. അതാണ് തഖ്വ എന്ന് പറയുന്നത്. നമസ്കാരമുള്ളവനെ കൊണ്ടത് കഴിയില്ല. നോമ്പുകാരൻ അവൻ സ്വമേധയാ അവൻ പറയാണ്, സൂക്ഷിക്കണം, സൂക്ഷിക്കണം. റോഡിലൂടെ പെണ്ണ് പോകുന്നു. ആർക്കും ആഗ്രഹമില്ലാത്തത്? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ പോകുമ്പോ റമദാൻ മാസം, ഡേ നോക്കല്ലേ, നോമ്പ് നോമ്പ് നോമ്പ്. ശരിയാ, എല്ലാം മൂടിയല്ല. എന്തോരത് ജീവിതത്തിൽ ഭൂകമ്പം ഉണ്ടായാൽ പോലും തലേ തുണിയിടാത്ത പെണ്ണ് റമദാൻ മാസം ആകുമ്പോഴത്തേക്ക് എവിടുന്നെങ്കിലും ഒരു കൂറ ഓയിൽ മേടിച്ചോണ്ട് വന്ന് എല്ലാം കഴുകി തൂത്ത് പടച്ചവനെ അത് ഇട്ടുകൊണ്ട് ഇങ്ങനെ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ പടച്ചവൻ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ മുകളിലോട്ട് നോക്കുന്നത് നോമ്പ് തുറക്കുന്ന സമയത്താണ്. ഭയങ്കര അതവ്, ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത അതവ്. എന്തുകൊണ്ട്? റമദാൻ മാസത്തിലെ നോമ്പ് എല്ലാം പൂട്ടി അങ്ങ് വെക്കും. TV എല്ലാം എപ്പോഴാ തുറക്കുക? സഹറിന്റെ സമയത്ത്. ഹലോ, അസ്സലാമു അലൈക്കും. സഹർ നോമ്പ് നല്ല സുന്ദരമായ സമയത്ത്, ബർക്കത്തായ മുബാറക്കായ സമയത്ത്, അത്താഴം കഴിക്കുന്ന സമയത്ത്, നിങ്ങൾ തഹജ്ജുദ് എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്യേണ്ട സമയത്ത് TV കൊണ്ടുപോയി നമ്മൾ ഡൈനിങ് ഹാളിൽ കൊണ്ടുവച്ചിരിക്കും. കാരണം എന്താ? അങ്ങോട്ട് നോക്കി തിന്നോണ്ടിരിക്കുക, അവരിങ്ങോട്ട് ചോദിക്കുന്നതിന് മറുപടി നൽകി തിന്നോണ്ടിരിക്കുക. സഹർ തിന്നുക, ഇടയത്താഴം തിന്നുക. ഇവന്റെ നോമ്പ് എങ്ങനെ കബൂലാകും? TV എല്ലാം സീരിയലെല്ലാം മാറ്റി വെക്കും. പടച്ചവനെ, ഒരു മാസം വേണമെങ്കിൽ വിളിച്ചു പറയും, ഒരു മാസത്തേക്ക് ദയവ് ചെയ്ത് നിങ്ങൾ അതൊന്നും ഇപ്പൊ സംപ്രേഷണം ചെയ്യല്ല, ഇതൊന്ന് കഴിഞ്ഞോട്ടെ. സിനിമ പിടിച്ചു വെക്കുമല്ലോ. സിനിമ കഴിഞ്ഞ അങ്ങേ റമദാനിൽ ഹിറ്റ് സിനിമ. റമദാൻ മാസത്തിൽ ഓണം, ഈ വർഷം ഓണം വരുന്നു. നിങ്ങൾ നോക്കിക്കൊള്ളീൻ ബഹുമാനമുള്ള സഹോദരങ്ങളെ, മുസ്ലിം സമുദായത്തെ പരിഗണിച്ചുകൊണ്ട് റിലീസ് ചെയ്യുകയില്ല. കാരണം എന്താ? കാക്കാമാര് കാണുകയില്ല, നമുക്ക് നഷ്ടമായി പോകും. അതുകൊണ്ട് റമദാൻ കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് റിലീസാക്കിയാൽ ആ 30 ദിവസത്തെ ബർക്കത്തോടുകൂടി അവർ വന്ന് കാണുമ്പോ അതിനൊരു പ്രത്യേക ദറജ കൂടുതലാണ്. നിങ്ങൾ നോക്കിക്കോ, കഴിഞ്ഞ റമദാനിൽ ഓണം വന്നിട്ടില്ല. അപ്പൊ നോക്ക്, ഭൂരിപക്ഷം ആരെ പരിഗണിച്ചുകൊണ്ടാണ് സിനിമ പോലും ഇവിടെ പ്രദർശിപ്പിക്കുന്നത്? ബഹുമാനമുള്ള സഹോദരങ്ങളെ, റമദാൻ മാസമാകട്ടെ, ബിവറേജസ് കോർപ്പറേഷനിലെ കണക്കുകൾ നിങ്ങൾ പോയി പരിശോധിച്ചു നോക്കുവിൻ. ബിവറേജസ് കോർപ്പറേഷനിലെ മാനേജർമാര് പറയുന്നത് റമദാൻ കഴിഞ്ഞാലേ ഞങ്ങൾക്ക് വല്ലം കിട്ടുള്ളൂ, ഇപ്പം വെറും നക്കാപ്പിച്ച മാത്രമേ കിട്ടുന്നുള്ളൂ. 27-ാം രാവ് കഴിയണം, ഞങ്ങളുടെ ബിസിനസ്സിൽ കുറച്ച് ശതമാനം കൂടണമെങ്കിൽ. ആരാപ്പോ അതിന്റെ പിന്നില്?
ഞാൻ പറയുന്ന ആളല്ല, ഞാൻ ഒരുപാട് കണക്കുകൾ തിരക്കി പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓരോ സഹോദരങ്ങളും വന്ന് പറയും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരളം കുടിച്ചു തീർത്തത് 5000 കോടി രൂപയുടെയാ. 5000 കോടി രൂപ ഒന്നുമില്ല. 5000 രൂപ കാണാനുള്ള തൗഫീഖ് ഉണ്ടോ നമുക്ക്? പിന്നെ 5000 കോടി ഇത് എവിടെ കൊണ്ട് അടച്ചു വെക്കും? എല്ലാം കൂടെ ഇത് മൊത്തം കുടിച്ചു തീർത്തൊക്കെയാണ്. റമദാൻ മാസമാകുമ്പോൾ അവൻ അങ്ങോട്ട് മാറ്റി വെക്കും. എന്തുകൊണ്ട്? തഖ്വ. ഒരു ചെറുപ്പക്കാരൻ ജോലി ചെയ്യാൻ പുറത്തേക്ക് പോയി. അവനും അവന്റെ ഭാര്യയും മാത്രമാണ് അവൻ വീട്ടിൽ താമസിക്കുന്നത്. ജോലി ചെയ്ത് ക്ഷീണിച്ച് അവശനായി. ഉച്ച സമയം കഴിഞ്ഞ് 2 മണിയായി. ദാഹിച്ച് വിശന്ന് റമദാനിന്റെ നോമ്പും പിടിച്ച് ക്ഷീണിച്ച് വരികയാണ്. അവന്റെ വീട്ടിന്റെ അകത്തളത്തിൽ ഫ്രിഡ്ജിനകത്ത് ശീതള പാനീയമുണ്ട്. അവന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. ഇവനാ ഫ്രിഡ്ജ് തുറന്ന് വെള്ളമെടുത്ത് കുടിച്ചാൽ അവന്റെ ഭാര്യ പുറത്തു പറയുകയില്ല, മറ്റാരും കാണുകയുമില്ല. പക്ഷേ നോമ്പുകാരനായ ക്ഷീണിച്ചു പോയ ഒരു ചെറുപ്പക്കാരൻ അവൻ വീട്ടിലേക്ക് കയറി വന്നാൽ അവൻ ഫ്രിഡ്ജിലെ തണുത്ത വെള്ളം കുടിക്കാൻ അവൻ തയ്യാറാവുകയില്ല. തയ്യാറാകുമോ? എത്ര ക്ഷീണിച്ച് വന്നോട്ടെ, 2-3 ഷാർജ ജ്യൂസ് ഒറ്റ ശ്വാസത്തിന് കുടിക്കുന്നവരായിക്കൊള്ളട്ടെ, നോമ്പും പിടിച്ചിട്ട് കച്ചവടം കഴിഞ്ഞിട്ട് ക്ഷീണിച്ചു വരുമ്പോ നമ്മൾ വന്നിട്ട് വെള്ളം കുടിക്കാൻ നിൽക്കുവോ? ആരുമില്ല വീട്ടില്. നീ ഭാര്യയില്ലാന്ന് വെച്ചോ, ആരുമില്ല എങ്കിലും നമ്മൾ തണുത്ത വെള്ളം കുടിക്കാനോ ഒരു ജ്യൂസ് കുടിക്കാനോ തയ്യാറാവുകയില്ല. ഇതാണ് തഖ്വ. ഒളിഞ്ഞും തെളിഞ്ഞും അള്ളാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും ഭയപ്പെടാൻ ഒരേ ഒരു മാധ്യമം മാത്രമേ ഉള്ളൂ. അത് പരിശുദ്ധമായ നോമ്പ് മാത്രമാണത്. രഹസ്യമായ ഇബാദത്ത്. ഇവൻ വീട്ടിനകത്ത് ഇരുന്നാലും പിന്നെന്താ ചെയ്യാ? ഒരു പക്ഷേ വന്നാല് ഓടി വന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു തുണിയൊക്കെ ഇട്ട് ഫാനൊക്കെ ഇട്ട് ഇച്ചിരി സമാധാനത്തിന് വേണ്ടി ക്ഷീണത്തിന് പരിഹാരം കാണും. അതല്ലാതെ വെള്ളം കുടിക്കൂല. രോഗിയായാൽ പോലും ആശുപത്രിയിൽ പോയി മരിക്കാൻ പോയാലും ഒരു വെള്ളം തരട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട എനിക്ക് വേണ്ടെന്ന് പറയാം. മരിക്കാൻ പോവാന്നേക്കെ നമുക്കത് ഒഴിവാക്കാം സുഹൃത്തുക്കളെ. അതൊന്നും സമ്മതിക്കൂല. വേണ്ട അല്ലോ, തുപ്പല് വിഴുങ്ങൂലല്ലോ. വല പിടിക്കാൻ ഈ നോമ്പ് പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉള്ള തുപ്പല് മുഴുവൻ ശേഖരിച്ച് അങ്ങോട്ട് വെക്കും. പടച്ചവനെ, ബസ്സിനകത്ത് കയറാൻ തുടങ്ങിയിടം മുതൽ തുപ്പല് ശേഖരിച്ച് വെക്കും. കൊട്ടാരക്കര ടൗണിൽ ചെല്ലുമ്പോൾ ബ്ലുക്കോന്നും പറഞ്ഞ ഒരൊറ്റ തുപ്പ് 1 ലിറ്റർ കാണും. എല്ലാം കൂടെ പരിസരത്ത് നിൽക്കുന്ന ട്രാഫിക്കുകാരന്റെ, അവന്റെ ഷൂസില്, അവന്റെ പാന്റില്, അടുത്ത നാട്ടിൽ കൂടെ പോകുന്ന എല്ലാം കൂടെ 1 ലിറ്റർ തുപ്പല്. റമദാൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ തുപ്പലിന്റെ മാസമാണ്. പള്ളി ചെരുപ്പ്, നല്ലൊരു ചെരുപ്പ് കൊണ്ടിട്ട് പള്ളിക്കാര് തിരിച്ചു വന്നപ്പോ എന്താ മാർബിളി തെന്നുന്നത് പോലെ ചെരുപ്പിട്ടപ്പോ. എന്താ സുഹൃത്തുക്കളെ ഇത്? ഇങ്ങനെ എന്തിനാ തുപ്പണത്? ഈ തുപ്പല് വിഴുങ്ങിയാ നോമ്പ് മുറിഞ്ഞു പോവോ? നഖം വെട്ടിയ നോമ്പ് മുറിഞ്ഞു പോവോ? മുടി വെട്ടല്ലേ നോമ്പ് മുറിഞ്ഞു. അപ്പൊ നമ്മൾ ഈ കത്രിക വെച്ച് മുറിക്കുന്ന ഒരു സാധനമായി നോമ്പെന്ന് തോന്നുന്നു. മുറിയുന്ന സാധനം. നോമ്പ് മുറിക്കാൻ മുടി വെട്ടല്ലേ നോമ്പ് മുറിയും, നഖം മുറിക്കല്ലേ നോമ്പ് മുറിയും. ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ. അതൊന്നുമില്ല. അല്ലാഹു തആല നമ്മുടെ ശരീരം നിലനിർത്തുന്നതിന് വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന നീരാണ് ഉമിഴ്നീര്. അത് നമുക്ക് കുടിക്കാം, അതിറക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇനി വലിയ കഫം, അതൊക്കെ ഇങ്ങോട്ട് കാർക്കിച്ച് തുപ്പി ശേഖരിച്ച് വെച്ചിട്ട് അത് വിഴുങ്ങലാണ് പ്രശ്നം. അത് ഒഴിവാക്കുക. അതല്ലാതെ ഉമിഴ്നീര് നമുക്ക് അല്ലാഹു തആല നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി തരുന്നത്, അതെല്ലാം കൂടെ ശേഖരിച്ച് വെച്ച് നിങ്ങൾ തുപ്പി സ്ഥലം മലീമസമാക്കല്ലേ. ആ നോമ്പിന്റെ ഭവ്യതയെ നഷ്ടപ്പെടുത്തല്ലേ. നാട്ടുകാരെ കൊണ്ട് പറയിക്കല്ലേ. സ്കൂളിലൊക്കെ പിള്ളേർ പഠിക്കാൻ പോയ കുട്ടികൾ അറിയില്ല, പറഞ്ഞു വിടും വീട്ടിൽ നിന്ന്, മോനെ തുപ്പല് വിഴുങ്ങല്ലേടാക്കളെ, തുപ്പല് വിഴുങ്ങല്ലേ എന്ന് പറഞ്ഞ ഇവിടുന്ന്. അവൻ ഇതെല്ലാം കൂടെ പിടിച്ചു വെച്ച് സാറിന്റെ മോന്തയ്ക്കോട്ടായിരിക്കും അവസാനം തപ്പി വിടുന്നു. ഒരിക്കലും അങ്ങനെ ചെയ്യല്ലേ മക്കളെ. നിങ്ങൾ അങ്ങനെ ചെയ്യണം. നിങ്ങൾ വിഴുങ്ങിക്കോ തുപ്പല്, പക്ഷെ എല്ലാം കൂടെ ശേഖരിച്ച് വെച്ചിട്ട് ഒന്ന് വിഴുങ്ങാലോ എന്ന് ഓർത്തൊക്കെ, അങ്ങനെയൊക്കെയാണ് അതിന് നോമ്പിന് പ്രശ്നമായി മാറുന്നത്. നമ്മൾ റമദാനിനെ കാത്തു സൂക്ഷിക്കണം. മറ്റുള്ളവർക്ക് ഒരു വേദന ഉണ്ടാക്കുന്ന അവസ്ഥയാക്കി കളയരുത്. അമുസ്ലിം സഹോദരങ്ങൾ പോലും നോമ്പ് പിടിക്കുന്നവരുണ്ട്. അമുസ്ലിം സഹോദരങ്ങൾ, സിനിമാ നടന്മാർ നോമ്പ് പിടിക്കുന്നവരുടെ പേര് എനിക്കറിയാം. പിന്നെ മുബാറക്ക മജ്ലിസ് അവരുടെ പേര് പറയാൻ എനിക്ക് താല്പര്യമില്ല. കൊല്ലവുമായി ബന്ധമുള്ള സിനിമാ നടന്മാർ നോമ്പ് പിടിക്കുന്നവരുണ്ട്. കൊല്ലത്തൊരു സഹോദരന്റെ വീട്ടിൽ വന്ന് നോമ്പ് മുറിക്കുന്നു. എത്രയോ ഡോക്ടർമാർ, ഹിന്ദു സഹോദരങ്ങൾ, ഹിന്ദു സഹോദരിമാർ പരിപൂർണമായ റമദാനിന്റെ 30 നോമ്പ്. ഈ അടുത്ത സമയത്ത് കായംകുളത്തുള്ള ഒരു ഡോക്ടറിനെ ഞാൻ കണ്ടു.
അദ്ദേഹം റമദാനിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നോമ്പ് പിടിച്ചുകൊണ്ട് പോകും, ഞാനല്ലാതെ ബാക്കി ആരും നോമ്പ് പിടിക്കൂല വീട്ടിൽ. എങ്കിൽ ഞാൻ ഒരുപക്ഷെ ഉറങ്ങിപ്പോയാൽ 3 മണിയാവുമ്പോൾ എൻ്റെ ഭാര്യ എന്നെ വിളിച്ചുണർത്തും, എനിക്ക് ആഹാരം തരും, ഞാനത് കഴിച്ചിട്ട് കിടക്കും. ഞാൻ പട്ടിണിയായിട്ട് പോയി കായംകുളത്ത് പോയി ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് ട്രെയിനിൽ വെച്ചായിരിക്കും നോമ്പ് തുറക്കുന്ന സമയം. പക്ഷെ ഞാൻ ഒന്നും കഴിക്കില്ല, ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് 9 മണി ആ സമയത്ത് ഞാൻ കഴിക്കുള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങൾ നോമ്പ് മുറിക്കും, ഒരു കാരക്ക മേടിച്ചു വെച്ചോളി, ആ സമയത്ത് നിങ്ങൾ നോമ്പ് തുറക്ക്, എന്നിട്ട് പിന്നീട് നിങ്ങൾ വീട്ടിൽ വന്ന് കഴിച്ചോളി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അമുസ്ലിം സഹോദരങ്ങൾ പോലും ആദരിക്കുന്നു. തൊപ്പിയിട്ടുകൊണ്ട് അമുസ്ലിം സഹോദരന്റെ കടയിൽ പോയി ഒരു നാരങ്ങ വെള്ളം ചോദിക്കാമോ ആർക്കെങ്കിലും? നമുക്ക് ലജ്ജ കാണുകയില്ല. ഗോപാലൻ ചോദിക്കും, അല്ല കാക്ക നിങ്ങൾക്ക് നോമ്പില്ലേ? അതെ, എനിക്ക് സുഖമില്ല. സുഖമില്ലാത്ത കാര്യം പിന്നെ, സുഖമില്ലാത്ത ആള് രഹസ്യമായി ആഹാരം കഴിക്കും. സുഖമില്ലാത്ത ആള് നോമ്പ് പിടിക്കാൻ കഴിയില്ല. അവൻ നോമ്പുകാരനെ പോലെ കഴിഞ്ഞുകൂട്, നോമ്പുകാരനെ പോലെ കഴിഞ്ഞുകൂട്. നീ രോഗിയാണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ ആ മാസത്തെ ബഹുമാനിക്ക്, ആ ദിവസത്തെ ആദരിക്ക്. നീ രഹസ്യമായി വീട്ടിൽ നിന്ന് ആഹാരം കഴിക്ക്, അതാണ് വേണ്ടത്. ഇനി ഒരു രോഗിയായ സഹോദരൻ ആഹാരം കഴിക്കുന്നത് കണ്ടാൽ നമ്മൾ കണ്ട മാതിരി നടിക്കരുത്, തിരിഞ്ഞു കളഞ്ഞേക്കണം, അറിയാത്ത മട്ടിലിരുന്നേക്കണം. കാരണം രോഗിയായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസ്വസ്ഥത കാണും. നമ്മൾ അദ്ദേഹത്തെ കണ്ട് പരിഹസിക്കാനോ കളിയാക്കാനോ നിൽക്കണ്ട, നമ്മൾ അറിയാത്ത മട്ടിൽ കഴിഞ്ഞുകൂടണം സുഹൃത്തുക്കളെ. അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ചോദ്യം ചെയ്യാൻ പോണ്ട, പിന്നെ പരസ്പരം ചോദിക്കാം, നോമ്പാണോ 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 നോമ്പാണോ. അതെന്തിനു ചോദിക്കാൻ പോണത്? രഹസ്യമായ ഒരു ഇബാദത്താണ് നോമ്പ്. രഹസ്യമായ ഇബാദത്ത് അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നോമ്പിനെ അള്ളാഹു ഏറ്റവും കൂടുതൽ തൃപ്തിപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതും. കാരണം രഹസ്യമായ ഇബാദത്താണ് റമളാനിന്റെ നോമ്പ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് വേണ്ടി തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതല്ലാതെ കണ്ട അനാവശ്യമായ കാര്യങ്ങളും നാട്ടുകാർ പറയുന്നതൊന്നും കേട്ടിട്ട് നിങ്ങൾ നോമ്പിനെ ഇട്ടടങ്ങാറാക്കാൻ നിൽക്കല്ലേ. തഖ്വ എന്ന് പറയുന്നത് അതാണ്.